ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. അവർക്കൊന്നും കിട്ടിയില്ല. യേശു കടൽക്കരയിൽ നിൽക്കുകയായിരുന്നു. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് വലത്തുഭാഗത്തേക്ക് വലയിറക്കാൻ പറഞ്ഞു. പെരുത്ത മീൻകൂട്ടം കിട്ടി. വലിയ 153 മീൻ മത്സ്യം ഉണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നിട്ടും അവിടെ എഴുതിയിട്ടുണ്ട്, ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 20, അത്ര ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല എന്ന് പറഞ്ഞാൽ എന്നതാ? അതിനകത്തുനിന്ന് നെറ്റ് പൊട്ടി ഒരു മീൻ പോലും ഇറങ്ങിപ്പോയില്ല. കാരണം എന്നാ? കാരണം എന്നാ? ആ മീൻ ആര് കൊടുത്തതാ? കർത്താവ് തന്നത് നഷ്ടപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. I completely believe that. Oh, I'm feeling the anointing of Jesus here. I am standing in my apostolic office. As an apostle of God, called to be an apostle, I decree and declare the life. I decree and declare the prosperity. I decree and declare the miracle. I decree and declare the blessings. I decree and declare the health and wealth in the name of Jesus. Receive it. Amen. മോനെ, മക്കളെ, നീ പേടിക്കാൻ നിന്ന നിന്നെ പേടിപ്പിച്ചോണ്ടേയിരിക്കും. നീ പേടിക്കാൻ നിന്നാൽ നിന്നെ പേടിപ്പിച്ചോണ്ടേയിരിക്കും. നീ പേടിക്കുന്നില്ലെന്ന് കണ്ടാൽ നിന്നെ പേടിക്കാൻ വന്നവനെന്ന് പേടിക്കും. നിങ്ങൾ ചിലതിന്റെ മേലെ ഒരു വലിയ ജയത്തെ. Don't be afraid. യേശു എപ്പോഴും 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 പറഞ്ഞൊരു വേർഡുണ്ട്, ഭയപ്പെടണ്ട. ബൈബിളിനകത്ത് 365 തവണ പറഞ്ഞിട്ടുണ്ട് അത്രേ ഭയപ്പെടണ്ടെന്ന്. ഓരോ ദിവസവും ഓരോ ക്യാപ്സൂൾ വെച്ച് കഴിച്ചോളാൻ. എന്റെ പൊന്നുമക്കളെ, എൽഷദായിലുള്ളവർ, ജീസസ് ഈസ് അലൈവ് ഫാമിലിയിലുള്ളവർ റിച്വൽ ആകരുത്, റിലീജിയസ് ആകരുത്. കുറെ സമ്പ്രദായങ്ങൾക്കകത്ത്, ചിന്താഗതികൾക്കകത്ത് നിൽക്കുന്നവരാകരുത്. നല്ല മനസ്സിന്റെ ഉടമകളായി, നല്ല ഹൃദയത്തിന്റെ ഉടമകളായി ജീവിക്കുന്നവരായിരിക്കണം. Amen. Hallelujah. 1 Corinthians chapter 2 verse 16. രൂപാന്തരപ്പെടാൻ എന്ത് ചെയ്യണം? എന്താ മാറണ്ടേ? എന്തോ മാറണ്ടേ? സഭയാണോ? എന്തോ മാറണ്ടേ? മതമാണോ? മൈൻഡ്. Your attitude. Amen. 1 Corinthians chapter 2 verse 16. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആണോ? പറയാൻ എത്ര പേർക്ക് പറ്റും? എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന, ആരുടെയും നാശം കാണാൻ ആഗ്രഹിക്കാത്ത, ശത്രുക്കളെ പോലെ സ്നേഹിക്കുന്ന, ക്രിമിനൽ മൈൻഡ് ഇല്ലാത്ത, ക്രിറ്റിസിസം ഇല്ലാത്ത, ബ്ലെയിം ചെയ്യാത്ത, ലവിംഗ് മൈൻഡ്. പറഞ്ഞ ലവിംഗ് മൈൻഡ്, അക്സെപ്റ്റിംഗ് മൈൻഡ്, understanding mind, fearless mind, giving mind, forgiving mind, blameless mind, Jesus mind. സ്നേഹിക്കുന്ന മനസ്സ്, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന മനസ്സ്, എല്ലാവരെയും മനസ്സിലാക്കുന്ന ഹൃദയം. എന്റെ പൊന്ന് സഹോദരങ്ങളെ, കർത്താവ് നമ്മൾ ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ പൊന്ന് ബ്രദറെ, നീ ആരാന്ന് വൃത്തിയായിട്ട് ദൈവത്തിന് അറിയാം. ഈ ചർച്ചയിൽ വരുമ്പോ എന്തതിശയമേ പാട്ട് പാടുന്ന, ഇവിടെ കിടന്ന് ചാടുന്ന ആള് വീട്ടിൽ ചെന്ന് എന്തോ ഫോണിനകത്ത് കാണുന്നതെന്ന് കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം.
ഹല്ലേലൂയ. Hallelujah. ആ കർത്താവ് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലേ? എന്നെ മനസ്സിലാക്കുന്നില്ലേ? Yes. ശ്രദ്ധിക്കേണ്ട ഒരു പൗലോസിന്റെ അരയോപക്കുന്നിലെ പ്രസംഗം പറഞ്ഞ അരയോപക്കുന്നിലെ പ്രസംഗം. അരയോപക്കുന്നിലെ പ്രസംഗം. ആ പ്രസംഗത്തിൽ പൗലോസ് എടുത്തു പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 22-23 വാക്യങ്ങൾ. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അരയോപക്കുന്നിൽ അരയോപകമധ്യേ നിന്നുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു വേർഡ്, നിങ്ങളെല്ലാറ്റിലും ഭക്തന്മാർ എന്ന്. അതിഭക്തന്മാർ എന്തോ അതിഭക്തന്മാർ. ഒന്നൂടെ അതിഭക്തന്മാർ. ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ ആരെ കാണിക്കാനാ ദുഃഖിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് നല്ല വസ്ത്രം തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ ഈ മുഷിഞ്ഞതിട്ട് ആളുകളെ പ്ലീസ് ചെയ്യാൻ നടക്കുന്നേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? റീസൺ ഞാൻ പറയാം. നമ്മളിൽ പലരും റിലീജിയനാണ്, റിച്വലാണ്. നമ്മൾ പഠിച്ചു വെച്ച കാര്യം, നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ദൈവം തമ്പുരാനെന്ന് പറയുന്നത് ഈ നമ്മൾ കഷ്ടപ്പെടുമ്പം, നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുമ്പം സന്തോഷിക്കുന്നവനാണെന്നുള്ളതാണ്. നല്ലത് വിശ്വസിക്കുക, നല്ല വായു ശ്വസിക്കുക, നല്ല വെള്ളം കുടിക്കുക, ഹെൽത്തി ആയുള്ള ഭക്ഷണം കഴിക്കുക, നല്ല വിശ്വാസം, നല്ല ആഹാരം, നല്ല ശ്വാസം, നല്ല വെള്ളം നിന്റെ ലൈഫിനെ നിലനിർത്തും. Amen. Hallelujah. Jesus. Your wrong faith, Amen. wrong belief, wrong attitude, change it. Amen. എൻ്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകട്ടെ. എൻ്റെ തകർച്ച കണ്ട് സന്തോഷിക്കുന്നവനല്ല എൻ്റെ ദൈവം. Amen. 1 തിമോത്തി മോനെ, ഇത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ആർ യു വിത്ത് മീ? Yes. ഞാൻ ഇന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? 1 തിമോത്തിയോസ് 6-ാം അധ്യായം 17-ാം വാക്യം നോക്കി. വേർഡ് 16, 17 and 18. 1 തിമോത്തി 6:17, 18, 19. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും. That word 17, who give us richly all things to enjoy. നമ്മുടെ ജീവിതത്തിൽ സകലതും നമ്മൾ സന്തോഷിക്കുവാൻ നൽകുന്ന ദൈവം. Amen. How many people are enjoying? Amen. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന എൻജോയ് ചെയ്യുന്നതല്ല സ്പിരിച്വാലിറ്റി, സാഡായിട്ടിരിക്കുന്നതാണ്. പക്ഷെ തൻ്റെ മക്കളുടെ ശ്രേയസിൽ, അവരുടെ നന്മയിൽ സന്തോഷിക്കുന്നവനാണ് ദൈവം. ഞാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, ഞാൻ ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രം ധരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രോഗം പിടിക്കരുത്, നിങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ വരരുത്, നിങ്ങളുടെ മക്കൾക്ക് ആക്സിഡന്റ് ഉണ്ടാകരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകരുത്, അവരുടെ ജീവിതത്തിന്റെ വഴിയിൽ അവർ തകർന്നു പോകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും ഡീസന്റ് ആണ് സ്വർഗസ്ഥനായ എന്റെ പിതാവ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര നന്മ അധികം തരും. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് യേശു പറയുന്നു, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്, ദുർചിന്ത, വിടക്ക് കണ്ണ്. ആ വിടക്ക് കണ്ണെന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്ന എന്നറിയാമോ? ഈവിൾ ഐ. അശുദ്ധമാക്കുന്നത് അവന്റെ ദുർചിന്ത, അവന്റെ മൈൻഡിനകത്തുള്ള അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ. 2,
വിടക്ക് കണ്ണ്. ആ വിടക്ക് കണ്ണെന്നുള്ളിടത്താണ് എഴുതിയിരിക്കുന്നത് ഈവിളായി. ഈവിളായി, ഈവിളായി എന്ന് പറഞ്ഞ പിശാചിന്റെ കണ്ണെന്നല്ല. നോക്ക്, look at that word. Mark chapter 7 verse 22. ഈവിളായി. സിസ്റ്ററെ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മമ്മ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈവിളായി. ഈവിളായി ആർക്കാ? മനുഷ്യൻ. ദുഷ്ടദൃഷ്ടി, വിടക്ക് കണ്ണ്. നമ്മൾ വിചാരിക്കുന്ന പിശാച് എന്നെ നോക്കുന്നതാ ദുഷ്ടദൃഷ്ടി, ഈവിളായി. നോ, നോ. Evil eye is not related to the demon. Amen. That's a human. Yes. Hallelujah. മനുഷ്യന്റെ നോട്ടത്തെയാണ്. Amen. ആ അസൂയയോടുള്ള നോട്ടം. Amen. ആ നോട്ടത്തെയാണ് വേദപുസ്തകം ഈവിൾ ഐ എന്ന് പറയുന്നത്. Amen. എല്ലാവരും നിന്നെ നോക്കുന്ന നോട്ടങ്ങൾ നിന്റെ നന്മയ്ക്കായുള്ള നോട്ടങ്ങളല്ല. Amen. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ വായെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. ദാവീദ് രാജാവ് പറഞ്ഞത് ലൂസിഫറിനെ കുറിച്ചല്ല. ആവശ്യമില്ലാത്തവൻ, അരുതാത്തവൻ, എൻ്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കാത്തവൻ, എൻ്റെ നന്മയിൽ സന്തോഷമില്ലാത്തവന്റെ മുമ്പിൽ എൻ്റെ നന്മ പങ്കുവെക്കാൻ ഞാൻ നിൽക്കരുത്. I cancel it. Amen. And I break it. Yes. All the evil eyes in the name of Jesus. Listen. നിങ്ങൾ അങ്ങനെ ആകരുത്. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈവിളായി ഉണ്ടോ എന്ന് ഞാൻ നോക്കണം. എൻ്റെ ഐ ഈവിളാണോ എന്ന്. മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ, മറ്റൊരാളുടെ അനുഗ്രഹം കാണുമ്പോൾ, വേറൊരാൾക്കൊരു ഉയർച്ച കാണുമ്പോൾ, മറ്റൊരാളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുമ്പോൾ, ഇവൻ നശിക്കണം, ഇവൻ അത് വരണം, അവൻ്റെ വണ്ടി ഇടിക്കണം, അല്ലെ അവൻ്റെ ജോലി പോകണം, അവൻ്റെ മക്കൾ അങ്ങനെ ആകണം, അവൻ ഇങ്ങനെ സഭയ്ക്ക് ഇങ്ങനെ സംഭവിക്കണമെന്ന് നിന്റെ കണ്ണ് ഈവിൾ ഐ ആണോ എന്നുള്ളത് നീ ശോധന ചെയ്യണം. എന്നിട്ട് കണ്ണിലോട്ട് കൈവച്ചിട്ട് പറയണം, എൻ്റെ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്റെ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിരിക്കും. കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിലോ എന്റെ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, സിംഹം എന്ന പോലെ. സിംഹമാണോ? അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ അകത്തുനിന്ന് വരുന്നതിനെ കുറിച്ചാ പറഞ്ഞേ. That is not related to the demon, that is related to the heart of men. നിങ്ങളുടെ അകത്തൊരു കുഞ്ഞ് ജനിച്ചാൽ, വർഷങ്ങളായി മക്കളില്ലാതെ ഒരു കുഞ്ഞകത്തുണ്ടായാൽ, you pray only exclusively share with എന്തോ പറയണ്ടേ, your parents or who loving you sincerely. എന്നോട് എന്നെ അസൂയയില്ലാത്ത ഹൃദയത്തോടെ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരോട് മാത്രം എൻ്റെ നന്മകളെ ഞാൻ പങ്കുവയ്ക്കുക. ഇനി ഏതവൻ അസൂയ എടുത്താലും, ഇനി എന്നാക്ക വിടക്കുകയെന്ന് വെച്ചാലും, ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. ലിസൺ, 100% ചെയ്യും. ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമുക്കത് സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതിനകത്തൊരു യുദ്ധം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരയോപക്കുന്നിലെ പ്രഭാഷണത്തിൽ അപ്പോസ്തലപ്രവൃത്തി 17:22-23 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാറ്റിലും അതിഭക്തരെന്ന് ഞാൻ കാണുന്നു. 17:22, 23 വാക്യം.
പൗലോസ് അരയോപകമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഇത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യം കേട്ടോ. സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. പറഞ്ഞേ, സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം അതിഭക്തിമാന്മാരെ. അതിഭക്തിമാന്മാരെ. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പാടാ. ഈ ലോകപരമായി ജീവിക്കുന്നവനെ പെട്ടെന്ന് ക്രിസ്തുവിലേക്ക് തിരിക്കാം. പക്ഷെ ഈ അതിഭക്തി നടിച്ച് നടക്കുന്ന, അതിഭക്തി അഭിനയിക്കുന്ന ഒരു ടീമുണ്ട്. ഇവരെ ഒരിക്കലും നന്നാക്കാൻ പറ്റൂല. അരയോപക്കുന്നിലെ മെസ്സേജ് ഇല്ലേ, അരയോപക്കുന്നിലെ മെസ്സേജ് നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 17 വായിക്കണം. എന്നാ പവർഫുൾ മെസ്സേജ് ആണെന്നറിയാവോ? പൗലോസിന്റെ പ്രഭാഷണങ്ങളിൽ ഈടുറ്റ കരുത്തുള്ള ശക്തമേറിയ ഏറ്റവും വലിയ മെസ്സേജ് അരയോപക്കുന്നിലെ പ്രസംഗമായിരുന്നു. പക്ഷേ പ്രശ്നം പറ്റിയത് എന്നാന്നറിയാവോ? ഈ പ്രോപ്പറായ ഒരു ക്രൗഡിലല്ല പൗലോസ് ഇത് വിളമ്പിയത്. യുമാരെല്ലാം ഭയങ്കര സൂപ്പർ റിലീജിയനും സൂപ്പർ റിച്വലും സൂപ്പർ ഹോളിയുമായിരുന്നു. അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മൾ പറയാൻ വിട്ടുപോയ പോയിന്റ് അവർ പറഞ്ഞു തരും, എന്നാൽ അവരെയും കൊണ്ട് ആർക്കെങ്കിലും നന്മയുണ്ടോന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ പൗലോസ് ഈ അതിഭക്തന്മാരുടെ നടുവിൽ നിന്ന് പോകാനേ പറ്റൂ. കാരണം ഇവർ സൂപ്പർ റിലീജിയനാണ്. അതുകൊണ്ട് എന്നെ പറ്റി ഇത്രയും വലിയ മെസ്സേജ് പറഞ്ഞിട്ട് 34-ാം വാക്യത്തിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ചില പുരുഷന്മാർ അവനോട് ചേർന്ന് പറഞ്ഞ ചിലര് മാത്രം വിശ്വസിച്ചു. അതില് അരയോപഗസ്ഥനായ ദിയോനോസസ് ഉണ്ടായിരുന്നു, ദമരീസ് എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മറ്റു ചിലരും ഉണ്ടായിരുന്നു. പക്ഷെ ആയിരങ്ങൾ ആ മെസ്സേജ് കേട്ടെ. 4-5 എണ്ണമാണ് രക്ഷിക്കപ്പെട്ടെ. പൗലോസിന്റെ മെസ്സേജ് അങ്ങനല്ല, എല്ലാണ്ണവും കർത്താവിനാൽ തൊടപ്പെടും. പക്ഷെ അവരുടെ പ്രശ്നം, അവർ അതിഭക്തിമാന്മാർ. ഈ അതിഭക്തിമാന്മാരുടെ പ്രസംഗിക്കാൻ പോയാൽ, പഠിപ്പിക്കാൻ പോയാൽ പണിയാ. മക്കളെ, കർത്താവിന്റെ മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ സൂപ്പർ റിലീജിയനും സൂപ്പർ റിച്വലും ആചാരങ്ങളും മതവും അകത്ത് കയറി മനുഷ്യ സ്നേഹമില്ലാതെ എല്ലാത്തിലും കുറ്റം കാണുന്നവരും കുറവ് കണ്ടുപിടിക്കുന്നവരും എക്സ്റ്റേണലി നോക്കി വിധിക്കുന്നവരുമായി തീരരുത്. തെറ്റിനെ തെറ്റല്ലെന്ന് പറയാനല്ല ഞാൻ ഈ പഠിപ്പിക്കുന്നത്. തെറ്റാണ്. പക്ഷേ we need that understanding mind. കർത്താവ് ചിന്തിക്കുന്ന പോലെ. എന്നെ കേൾക്കുന്നുണ്ടോ? ശമരിയക്കാരി സ്ത്രീ എന്നെ കേൾക്കുന്നുണ്ടോ? ശമരിയക്കാരി സ്ത്രീ 5 കല്യാണം കഴിച്ചവളാ. എത്ര കല്യാണം കഴിഞ്ഞു? 5 കല്യാണം. ഇപ്പോഴുള്ളവനോ ഭർത്താവും? ഹലോ, അവളോടാണ് യേശു എന്ത് ചെയ്യുന്നത്? വർത്തമാനം പറയുന്നത്. അവളെ നേടാനാണ് യേശു അവിടേക്ക് പോയത്. അവളാണ് പട്ടണത്തിൽ ചെന്ന് ഒരു വലിയ കൂട്ടത്തെ ഇളക്കി കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. You are accepting that person? No. പിന്നെ ഇവളാരാന്ന് എനിക്കറിയാം, അവനാരാന്ന് എനിക്കറിയാം. അത് നീ പോയി നന്നാവ് എന്നിട്ട് എന്നോട് പറയാൻ പാ. പക്ഷേ യേശു അതല്ലായിരുന്നു. ഒരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാലിൽ വന്ന് കരഞ്ഞു, കണ്ണീര് കൊണ്ട് കാല് തുടച്ചു, കഴുകി തലമുടി കൊണ്ട് തുടച്ചു. കണ്ടു നിന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സ്ത്രീ ആ വീട്ടിൽ വന്നത്. പക്ഷെ അവളെയും യേശു അക്സെപ്റ്റ് ചെയ്തു. ഞാൻ എന്നെ കേൾക്കുന്നവരോട് സ്നേഹത്തോടെ, ആരെയും പരസ്യമായി അപമാനിക്കരുത്, ആരെയും പൊതുവായി അപമാനിക്കരുത്. ചിലർ ആത്മഹത്യ ചെയ്തത്, ചിലർ ജീവിതം അവസാനിപ്പിച്ചത്, ചിലർ നാട് വിട്ടുപോയതൊക്കെ അവരേറ്റ അപമാനങ്ങളാണ്.
അവർക്ക് ദൈവത്തോട് പലപ്പോഴും ക്രിസ്തുവിനോടോ വചനത്തോടോ ബന്ധമില്ലാതായി പോയി. പിശാച് അത് മുതലെടുത്തു. യേശു അവളെ അക്സെപ്റ്റ് ചെയ്തു, സക്കായിയെ അക്സെപ്റ്റ് ചെയ്തു. Are you with me? Yes. Yes. നമ്മൾ ചെയ്യുവോ? അതാണ് എൻ്റെ ചോദ്യം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വർത്തമാനം ആദ്യം പരസ്യപ്പെടുത്തുന്നത് മഗ്ദല മറിയമാണ്. Amen. Hallelujah. നിങ്ങൾ അവളുടെ ചരിത്രം നോക്കാൻ നിന്നാൽ, മക്കളെ, നമ്മുടെ അടുത്ത് വരുന്നവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്കവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കരുതാനും ഒക്കെ കഴിയണമെങ്കിൽ കർത്താവ് ചിന്തിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് കുറ്റവും കുറവും മാത്രമേ കാണാൻ പറ്റുള്ളൂ. യെശയ്യാവിന്റെ പ്രവചനം 20-ാം അധ്യായത്തെ അതിന്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചേ. അതിനെ ആ കാലത്ത് തന്നെ യഹോവ ആമോസിന്റെ മകനായ യെശയ്യാവോട്, നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീല അഴിച്ചു വെച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഊരിക്കളക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. ആര്? യെശയ്യാ. ആര്? യെശയ്യാ പ്രവാചകൻ. Who is Isaiah? Prophet. You are accepting him? Yes. Really? Yes. അന്നേരം അടുത്ത വാക്യോടെ വായിച്ചോ. പിന്നെ യഹോവ അരുളിച്ചെയ്തത്, എന്റെ ദാസനായ യെശയ്യാവ് മിസ്രൈമിനും കൂശിനും അടയാളവും അത്ഭുതവുമായിട്ട് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നതുപോലെ 3 വർഷം നഗ്നനായും ചെരുപ്പിടാതെ നടന്ന പുള്ളി കൂശിനും മിസ്രൈമിനും അടയാളം അത്ഭുതവുമായി പ്രവർത്തിച്ചു. നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടാൽ നിങ്ങളുടെ മനസ്സെന്നായിരിക്കും? യു ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് പേഴ്സൺ? അങ്ങനെ നടക്കണമെന്നല്ല ബൈബിൾ പറയുന്നേ. വസ്ത്രം ധരിക്കാതിരിക്കണമെന്നല്ല പറയുന്നേ. പക്ഷേ നിങ്ങൾ നോക്കുന്ന ആംഗിളിലല്ല പലപ്പോഴും പലതും ദൈവം നോക്കുന്നേ. ചിലതൊക്കെ തലയും കുത്തി എന്ന് പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതലും നടക്കുന്നില്ല. ചിലതൊന്നും പ്രാർത്ഥിക്കുന്ന പോലും ഇല്ല, രക്ഷപ്പെട്ട് പോവുക. What is the reason? Our mindset. Amen. പ്രവാചകനായ യെശയ്യാവ് നമ്മൾ നോക്കുന്നത്, പുള്ളി ഇന്ന് ആ വെള്ളയുടുപ്പ് അല്ലല്ലോ ഇട്ടിരിക്കുന്നേ, പുള്ളി ഇന്ന് ആ ഡ്രസ്സ് അല്ലല്ലോ ഇട്ടിരിക്കുന്നത്. നമ്മൾ നോക്കുന്ന എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. ഞാനിതൊരു ചെറിയ ഉദാഹരണം, ദൈവം പ്രവാചകനായ യെശയ്യാവിനോട് ഇത് സംസാരിക്കുമ്പം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഈസ് അമേസിങ്. അത് ആ മനുഷ്യൻ അത്രയും വർഷം എങ്ങനെ നടന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. That time he was prophesied. The Lord did the miracle through him. Amen. കൂശിനും മിസ്രൈമിനും അടയാളം അത്ഭുതമായിരുന്നു ആ സമയത്ത്. Amen. മാനുഷികമായിട്ട് നോക്കിയാൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനും വിമർശിക്കാനും ആളുകളെ കളിയാക്കാനും പരിഹസിക്കാനും നടക്കാതെ എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദൈവം മനസ്സിലാക്കുന്ന പോലൊന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും പറയുന്നു, the favor of the Lord will surround your life. Amen. Hallelujah. I receive. I am coming to the very important point. Amen. പൗലോസ് അപ്പോസ്തലൻ അവിടെ ഒരു ഓൾട്ടർ കണ്ടു ആ സ്ഥലത്ത്. That word is important. I found an altar with this inscription to unknown God. കാരണം പൗലോസ് നോക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം, സഭയോടുള്ള ബന്ധം, ആ വ്യക്തിയോടുള്ള ബന്ധം, ആ ഹൃദയപൂർവ്വമുള്ള ബന്ധമാണെങ്കിൽ, അത് സ്നേഹത്തിലുള്ള ബന്ധമാണെങ്കിൽ അതൊരിക്കലും തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. Hallelujah. ലിസൺ, പൗലോസ് അപ്പോസ്തലൻ അവിടെ ഒരുപാട് ഓൾട്ടർ പറഞ്ഞ ഓൾട്ടർ, ഒത്തിരി ഓൾട്ടറുകൾ കാണാം, യാഗപീഠങ്ങൾ കാണാം. പക്ഷെ അതിലൊരു യാഗപീഠത്തിൽ, ഒരു ഓൾട്ടറിൽ അജ്ഞാത ദേവന് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു.
ഒരു വേദിക്കല്ല്. യു അണ്ടർസ്റ്റാൻഡ് മീ? Yes. ആ ഓൾട്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ പൗലോസിന്റെ പ്രസംഗം. എവിടെ ഒരു ഡെലിവറൻസ് ഉണ്ടായിട്ടുണ്ടോ, എവിടെ കൃത്യമായ ഒരു സ്പിരിച്വൽ ഡീൽ ഉണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം ഒരു ഓൾട്ടർ ഉണ്ട്. Amen. Jesus. എന്താ ഈ ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞാൽ? എൽഷദായ് ചർച്ചിലെ ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞാൽ എന്നാ? ദിസ് ഈസ് എൻ ഓൾട്ടർ. ഇതാണ് ഇവിടുത്തെ ഓൾട്ടർ. ഈ ഓൾട്ടറിന്റെ അടുത്തേക്ക് നിങ്ങൾ വരുന്നതാണ് ആ സമർപ്പണത്തിന്റെ സമയം. വേദപുസ്തകം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ എവിടെയും ലിസൺ എവിടെയും ഒരു ഡെലിവറൻസിനായി ഞാനൊരു ഓൾട്ടർ കാണുന്നു. പുറപ്പാട് 17:8 വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആക്ട്സ് ചാപ്റ്റർ 17:8 റഫീദീമിൽ വെച്ച് അമേലിയോക്കർ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ പിന്നെ മോശ ഒരു യാഗപീഠം and Moses built an altar. മോശ ഒരു യാഗപീഠത്തെ പണിതു, അതിന് യഹോവ നിസി എന്ന് പേരിട്ടു. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, അടുത്ത ജനറേഷനുകൾക്ക്, അടുത്ത തലമുറയ്ക്ക് അമാല്യോക്കരിൽ നിന്ന് ഇനിയും യുദ്ധമുണ്ടാകുമെന്ന് മോശയ്ക്കറിയാം. He was a great prophet. അതുകൊണ്ട് മോശ ചെയ്തത് യുദ്ധം കഴിഞ്ഞ് പൊടിയും തട്ടി പോവല്ല, അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ആ ഓൾട്ടറിൽ നിന്നുകൊണ്ട് മോശ ഡിക്ലെയർ ചെയ്തു, യാവേ നിസി, യഹോവ ജയക്കൊടിയായിരിക്കും. ഈ ഓൾട്ടറിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ത് പ്രഖ്യാപിക്കുന്നുവോ അതത്രേ നിന്റെ ലൈഫിൽ ആക്ടിവേറ്റഡ് ആകുന്നത്. This is an altar to altar deal. പറഞ്ഞ ഡിമോണിക് ഓൾട്ടർ and the divine altar. പൈശാചിക മേഖലകൾക്ക് ഓൾട്ടർ ഉണ്ട്. അബ്രഹാം ഉൽപ്പത്തി 12:7 യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായി, നിന്റെ സന്തതിക്ക് ഞാൻ ദേശം കൊടുക്കും. അവൻ അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ഉണ്ടാക്കിയ ആ ഓൾട്ടർ, ആ യാഗപീഠം ആയിരുന്നില്ലേ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ തിരിച്ചത്? ആ ഓൾട്ടറിന്റെ മുമ്പിലല്ലേ ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പൈശാചിക മേഖലകൾ നിനക്ക് വിരോധമായി യാഗപീഠങ്ങളെ ഉണ്ടാക്കി, ഓൾട്ടറുകൾ ഉണ്ടാക്കി നിനക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷേകം ചലിക്കുന്ന ഈ ഓൾട്ടറിൽ നിന്നുകൊണ്ട്, ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി ഇന്ന് പകൽ ദൈവം സംസാരിക്കുകയാണ്. ഭൂമിയിൽ പ്രളയം ഉണ്ടായി സിസ്റ്ററെ, ഭൂമി നശിക്കുകയാണ്. നോഹയും കൂട്ടരും അരാരത്ത് പർവ്വതത്തിലെത്തി, പെട്ടകം അവിടെ ഉറച്ചു. ഒരു വ്യത്യാസം ഉണ്ടാകാൻ, അടുത്തൊരു സീസണിലോട്ട് കയറാൻ ഉൽപ്പത്തി പുസ്തകം 8:20 ബൈബിൾ പറയുന്നു, നോഹ യഹോവയ്ക്ക് ഒരു ഓൾട്ടർ ഉണ്ടാക്കി, ഒരു യാഗപീഠം പണിതു. And Noah built an altar. You are sitting in front of the altar. Word 21, 22, 23 ദൈവം തന്റെ തീരുമാനത്തെ മാറ്റി. ഇനി ഞാൻ ഭൂമിയെ ശപിക്കത്തില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നു പോകുകയില്ല. 21 വ്യക്തമായി എഴുതിയിട്ടുണ്ട്, യഹോവ ഈ യാഗത്തിന്റെ സൗരഭ്യമാസന മണത്തപ്പോൾ തന്റെ ഹൃദയത്തിൽ, ദൈവം തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു.
ആ ഓൾട്ടറിന്റെ മുമ്പിൽ ദൈവം ഒരു തീരുമാനം എടുത്തു. Amen. ഇരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരു തീരുമാനം എടുക്കും. Amen. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം, God will decide it. I receive it. No man can break it that. Amen. No demon can break it that. No witchcraft can break it that. If God is with us, who can be against us? Amen. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? Amen. നോഹയുടെ ആ ഓൾട്ടറിന്റെ മുമ്പിലാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ തീരുമാനങ്ങളെ ദൈവം മാറ്റുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ that word is very powerful and important. അതിന്റെ 7-ാം അധ്യായം 12-13 വാക്യം. First Samuel chapter 7 verse 12-13. ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്ക് ദേശത്തിന് മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചെന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ശമൂവേൽ അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കുകയാണ്. ബൈ ഫെയ്ത്ത്. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഈ ഓൾട്ടറിൽ നിന്നുകൊണ്ട് അനേകർ സൗഖ്യം പ്രാപിച്ച, അനേകരോട് ആത്മാവ് ഇടപെട്ട ഈ ഓൾട്ടറിൽ നിന്നുകൊണ്ട് മുഴുവൻ കുടുംബങ്ങൾക്കും വേണ്ടി സംസാരിക്കുകയാണ്. എല്ലാ പൈശാചിക മേഖലകളും, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല ശക്തികളും കീഴടങ്ങണം. എല്ലാ റിലീജിയസ് ആയ മൈൻഡ് സെറ്റും മാറിപ്പോകട്ടെ. എന്റെ ചിന്താഗതികൾ, എന്റെ ആറ്റിറ്റ്യൂഡ് ദൈവികമാകട്ടെ. ഞാനൊരു മതഭ്രാന്തനായി, ഞാനൊരു സഭാഭ്രാന്തനായി മാറാതിരിക്കട്ടെ. എന്നിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കട്ടെ. നിങ്ങൾക്കറിയോ, കർമ്മേൽ മലമുകളിൽ പൈശാചികമായ ഓൾട്ടർ പൊങ്ങി. ഇസബേലും അശേരയും അഹാബും എല്ലാം ചേർന്ന് ബാലിന് യാഗപീഠം ഉണ്ടാക്കിയോ? അപ്പൊ ഏലിയാവ് എന്നാ ചെയ്തേ? അവിടെ ഒരു പൈശാചികമായ ഓൾട്ടർ പൊങ്ങിയെന്നറിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ഏലിയാവ് ദൈവികമായ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. First King chapter 18, 1 രാജാക്കന്മാർ 18-ാം അധ്യായം 32-ാം വാക്യം. ആ 32-ാം വാക്യത്തിൽ കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം ഉണ്ടാക്കി. And with the stones he built an altar in the name of the Lord. Amen. Verse 37, 37-ാം വാക്യം. യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ തന്നെ യഹോവ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് നീ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. ഇതെവിടെ നിന്നാ പ്രാർത്ഥിക്കുന്നേ? ഓൾട്ടറിന്റെ മുമ്പിൽ. 38-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. എവിടെ ഇറങ്ങി? ഓൾട്ടറിൽ ഇറങ്ങി. ഓൾട്ടറിൽ ഇറങ്ങി. ഈ ഓൾട്ടറിൽ തീ ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിന് തിരിവാകുകയാണ്. എന്റെ ജീവിതത്തിന് വിരോധമായി പിശാച് ഉണ്ടാക്കുന്ന സകല യാഗപീഠങ്ങളെയും എന്റെ ആരാധന എന്ന യാഗത്തിന്റെ മുൻപിൽ, എന്റെ പ്രാർത്ഥന എന്ന യാഗത്തിന്റെ മുൻപിൽ, എന്റെ വിശ്വാസം എന്ന യാഗത്തിന്റെ മുൻപിൽ ഞാൻ ഉടച്ചു കളയുകയാണ്. ജനമെല്ലാം അത് കണ്ടിട്ട് കവന്നു വീണു. ബിക്കോസ് ഓൾട്ടർ ടു ഓൾട്ടർ ഡീലാണിത്. മക്കളെ, പൈശാചികമായ ഒരു ഓൾട്ടർ നിങ്ങൾക്കെതിരെ പൊങ്ങിയെന്ന് കണ്ടാൽ, നിങ്ങൾക്കത് ഫീൽ ചെയ്താൽ, നിന്റെ വീട്ടിനകത്ത് പ്രാർത്ഥനാ മുറി എന്ന വേറൊരു ഓൾട്ടർ ഉണ്ട്, അത് സെറ്റ് ആവണം. ഓൾട്ടർ ടു ഓൾട്ടർ ഫൈറ്റ് ആണത്. ഓൾട്ടർ ടു ഓൾട്ടർ.
പലരുടെയും വിഷയം ഇവിടെ ഡീൽ ചെയ്യും.